കടുമാങ്ങ അച്ചാർ ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട്. മറക്കണ്ട കേട്ടോ. മുഴുവൻ ഉണ്ണണം. മറന്നു. അതെ, അച്ഛൻ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കണേ? റിട്ടയർ ചെയ്യുന്ന ദിവസമല്ലേ? കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടി കയറണമെന്നും ഇല്ലല്ലോ. സെന്റ് ഓഫ് പാർട്ടിയൊക്കെ വൈകിട്ടല്ലേ? ഉണ്ണിക്കുട്ടാ വേഗം വാ. അച്ഛാ, ഇന്നു മുതൽ ഈ സീറ്റ് എനിക്ക് കേട്ടോ. ഓട്ടെ അച്ഛാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാൽ മതി. ഞാനും ഓർത്തില്ല. താൻ എന്തേ ഓർക്കാഞ്ഞ്? ഓർക്കാഞ്ഞിട്ടല്ല, ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. എന്താ ഇത് കരയേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ. ഈ യാത്രയപ്പ് വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ, സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ 1000 നാവാണെന്ന്. നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം 30 വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലാലോ. പക്ഷേ ഒന്നും പറയണേ. ഇതൊക്കെ ചിരിച്ചോണ്ട് വേണ്ട നേരിടാൻ. എന്താ മേന്നെ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ഞാൻ പറയട്ടെ, 30 വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ? ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു. 30 വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി ഈ തറവാട് തിരിച്ചെടുത്തു. അല്ലാണ്ട് എന്താ നേടിയല്ലോ? 4 മക്കളെ, 3 പേരക്കുട്ടികളെ. സന്താനഭാഗ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. അതുമാത്രമല്ല, മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖരമേന് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടിയുണ്ട്. അതെന്താ? മനക്കപ്പള്ളിയിലെ പാർവതി കുഞ്ഞമ്മ. ഉണ്ണിക്കുട്ടനും ഹരിക്കും കൊണ്ടുപോകാനുള്ള ചോറെടുത്തോ മോളെ? അതൊക്കെ എടുക്കാം. അമ്മ അച്ഛന് ചായ കൊടുക്കൂ. ഓ, ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃഗുക്ഷൗ. പാർവതി, പാർവതി, ദാ കൊണ്ടുവരണോ? പാർവതി. ഓ, ഇങ്ങനെ ഇടന്ന് ബഹളം വെക്കണ എന്തിനാ? ചായ തരണോന്ന് എനിക്കറിയില്ലേ? ചായയുടെ ആരും അല്ല. പിന്നെ കാലത്തെ എന്നോട് ഈ ചതി ചെയ്ത് ആരാണെന്ന് എനിക്ക് അറിയണം. ചതിയോ? ആ, ഹരീഷ, ഹരീഷ, ഇവിടെ വേണം. എന്താ അച്ഛാ? ഇതെന്ത് പത്രമാ? ഇന്ത്യൻ എക്സ്പ്രസ്. ഓഹോ, ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ? ഞാനോ? ആ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ അച്ഛാ? ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാൽ മതി തീരുമാനിച്ചത് നീയാണോ? ഞാനോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? പിന്നെ ആര്? എന്താ? നീയാണോ? അയ്യോ, ഞാനാരോട് പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇംഗ്ലീഷ് മീഡിയംകാരനോട് വാ. ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ടാ തല മുട്ടയടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത്? ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയർ ആയി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രം ഇട്ട് അവമാനിക്കാൻ ശ്രമിച്ച ആരാണെന്ന് എനിക്ക് അറിയണം. അങ്ങനെ എന്നെ ഒതുക്കാൻ ആരും ശ്രമിക്കണ്ട. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് അച്ഛനെ ഒതുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പത്രക്കാരന് മാറിപ്പോയതായിരിക്കും. അച്ഛാ, അച്ഛൻ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ, പിന്നെന്താ? അതെ, മലയാളം പത്രത്തിൽ കൂടെ തന്നെ വാർത്ത വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ട്,
ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലമല്ല. വായിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ വായിക്കണ മലയാള പത്ര. ഇനി ആ ശീലമോട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. മേന്നെ ഇപ്പൊ എന്താ വേണ്ടേ? മലയാള പത്രം വേണം, അത്രയല്ലേ ഉള്ളൂ. ആ ഗോപി, നീ പോയിട്ട് രണ്ടുമൂന്ന് മലയാള പത്രം വാങ്ങിക്കൊണ്ടു വാ. ദാ, പിടിച്ചോ. ആ കൂട്ടത്തില് ഒരു ബാലരമയും പൂമ്പാറ്റയും കൂടെ. അത് ആർക്കാ മുത്തച്ഛ? അത് മുത്തച്ഛന്റെ ഉണ്ണിക്കുട്ടൻ. താങ്ക് യു മുത്തച്ഛ. ഉമ്മ. ഉമ്മ. തമ്പി വന്നില്ലേ സുരേന്ദ്ര? അങ്കിളോ കമ്പനിന്ന് വന്ന് കുപ്പായം മാറി പുറത്തേക്ക് പോയി. അപ്പൊ ബാറിലേക്കായിരിക്കും. പിന്നെല്ലാം എവിടെ പോരാ, അമ്പലത്തിൽ പോയി കുളിച്ചു വിടാനോ. നല്ല കോളായി. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാൻ. ആ. അപ്പോഴേക്കും അയാള് പോയി. ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതലാ. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വൈ അങ്കിളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ? ആശയില്ലാഞ്ഞിട്ടല്ല, കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്നാ തമ്പി അങ്ങ് വിഴുങ്ങൂ. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്ന വരെ മകനെന്ന നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി അങ്ങളെ. അങ്ങനൊന്നും ഇല്ലടാ. ഓ. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത? ഇതങ്ങനെ പത്തി ആഴ്ച നേനൊന്നും അങ്കിള് വേറെ വല്ല കാര്യം പറ. പെണ്ണും പടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റും ആവും. അങ്ങനാണെങ്കിൽ അങ്കിൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. എടാ കള്ള, എങ്കിൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? നമുക്ക് നടത്തിക്കളയാം. നടത്തി തരാം. അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കിളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ. സ്വയം പ്രഭ. ഇനി സാക്ഷികൾ ഒപ്പിട്. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പൊ ഇറങ്ങാം. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. പറഞ്ഞോളെ, എന്താ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ശരി. ശരി. ആ. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അറിയാം. ദാ, അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. പെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. അച്ഛാ, എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ. മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല.
ഞാൻ അവനെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചായിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ തന്നെ. എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരും തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ അതെ. എന്നെ ആരും വിളിക്കണ്ട. അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം ഭവേന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി വാ. കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാണ് കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം വേലി കാപ്പി ചായ കൊണ്ടുവന്നാ മതി. വൺ മിനിറ്റ്. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും.